പുല്ലഴി ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിലെ വാർഷികാഘോഷം പ്രൗഢമായി സംഘടിപ്പിച്ചു. മുൻ DGP ജേക്കബ് തോമസ് IPS വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ ഇവിടുത്തെ സ്കൂൾ റിപ്പോർട്ടിൽ രാവിലെ യോഗയും മെഡിറ്റേഷനും കഴിഞ്ഞ ശേഷമാണ് മറ്റ് സിലബസ് അല്ലെങ്കിൽ മറ്റ് കോ-കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. അതുപോലെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ, നമ്മുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ, ഹോളിസ്റ്റിക്കായ ഒരു വിദ്യാഭ്യാസമാണ് ഇവിടെ നൽകുന്നത് എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുൻ നിയമസഭാ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ സ്കൂളിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ചു. 25 കൊല്ലം മുമ്പ് ചെറിയ തോതിൽ ഒരു കൊച്ചു വീട്ടിൽ ഒരു ചെറിയ വിളക്ക് കൊളുത്തുന്ന പുണ്യകർമ്മം ചെയ്യാൻ ഭാഗ്യം എനിക്കുണ്ടായി. അതിന്ന് വലിയൊരു വിവാഹത്തിൽ വലിയൊരു വിളക്ക് വലിയൊരാൾ കൊളുത്തി അത് സാക്ഷിയാകാൻ കഴിഞ്ഞു എന്നതും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. 25ാം വർഷത്തിലെത്തി നിൽക്കുന്ന ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിന്റെ പിന്നിട്ട വഴികളെ പരിചയപ്പെടുത്തുന്ന ശ്രീ ശങ്കരം എന്ന ഡോക്യുമെന്ററിയാണ് പ്രകാശനം ചെയ്തത്. ടീച്ചറല്ലേ നമ്മുടെ സ്കൂളിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു? അതെ അതെ. അപ്പോൾ നമ്മുടെ സ്കൂളിന്റെ തുടക്കകാലം ഒന്ന് ഞങ്ങളായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ അറിയേണ്ടതാണ് എങ്ങനെയാണ് ഈ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിരം ഇപ്പോഴത്തെ എങ്ങനെയാണ് എന്നുള്ളത്. സ്കൂൾ അഡ്വൈസറി കമ്മിറ്റി അംഗം മീര വർമ്മ അധ്യക്ഷത വഹിച്ചു. ഇന്ന് ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികളുടെ പ്രോഗ്രാംസ് കാണാനാണ് രക്ഷകർത്താക്കൾ ഇരിക്കുന്നത്. 2001 മുതൽ ഇന്ന് 25 കൊല്ലം എത്തുന്ന ഈ വേളയിൽ 2001 മുതൽ 25 വർഷം നീണ്ട ഈ യാത്രയിൽ എനിക്ക് ഗുരുജിയുടെ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ള കൃതാർത്ഥതയോട് കൂടിയിട്ടാണ്. കേരള SSRVM മാനേജ്മെന്റ് കമ്മിറ്റി അംഗം SS ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി നമ്മൾ ഏതാണ്ട് 3 കോടിക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് പുതിയ ക്ലാസ് റൂംസ് ഉണ്ടായി, ടോയ്ലറ്റ്സ് ഉണ്ടായി, പ്ലേ ഗ്രൗണ്ട് ഉണ്ടായി. ഒട്ടനവധി കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇനിയും അത് കംപ്ലീറ്റ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കുറച്ചുകൂടി കാര്യങ്ങൾ ഞങ്ങൾക്കിവിടെ ബാക്കി ചെയ്യാനുണ്ട്. അത് അധിക താമസം ഇല്ലാണ്ട് തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സ്വാമി ചിത് പ്രകാശ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ അഡ്വൈസറി കമ്മിറ്റി അംഗം സുരേഷ് മേനോൻ, കോർപ്പറേഷൻ കൗൺസിലർ സാജൻ C ജോർജ്, സ്കൂൾ അഡ്വൈസറി കമ്മിറ്റി അംഗം ഡോക്ടർ C ലാൽ, PTA പ്രസിഡന്റ് സരിത AS എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീലേഖ PK ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പാൾ സുജാത M സ്വാഗതവും സ്കൂൾ ഹെഡ് ഗേൾ ഐശ്വര്യ ദിലീപ് നന്ദിയും പറഞ്ഞു. വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. തുടർന്ന് പാഠ്യേതര മേഖലകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും എത്തിച്ചേർന്നിരുന്നു. വിദ്യാർത്ഥികളുടെ വർണ്ണമനോഹരമായ വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
சின்ன கண்ணன் என்ன செய்தான் தெரியுமா? அவன் செய்த லீலை சொல்லி நடக்க முடியுமா? புரியுமா? சின்ன கண்ணன் என்ன செய்தான் தெரியுமா? ATK ന്യൂസ് അയ്യന്തോൾ.